നമുക്ക് കൂടുണ്ടാക്കി കൊടുക്കണ്ടേ? നമ്മുടെ വീടിൻ്റെ മുമ്പിലുള്ള ആ ഒരു കിളിയെ കണ്ടില്ലേ നിങ്ങൾ? ആ ഒരു കിളി ഇന്ന് രാവിലെ വീടിൻ്റെ മുമ്പത്ത് അതേപോലെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈഫ് നോക്കിയിട്ട് സംഗതി ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഈ എയർ ഹോളിൽ, വീടിൻ്റെ മുൻഭാഗത്തുള്ള ഈ എയർ ഹോളിൽ അതിൻ്റെ കൂടുണ്ടായിരുന്നു. ഇതാണ് ആ കൂട്. ആ കൂട് ഞങ്ങളെടുത്ത് കളഞ്ഞു കൊടുന്നു. ആ കൂട് തിരഞ്ഞ് കരയാണ് ആ കിളി. വീടിൻ്റെ മതിലിലും ലൈൻ കമ്പിയിലും ഗേറ്റിലും അങ്ങനെ മരച്ചില്ലയിലൊക്കെ ഇരുന്ന് വീട്ടിലേക്ക് നോക്കി കരയാണ്. എങ്ങോട്ടേ പോയി? അങ്ങോട്ട് പോയോ? നമുക്ക് കൂടുണ്ടാക്കി കൊടുക്കണ്ടേ? ആവല്ലേ ചെങ്ങായിമാരെ, ഞങ്ങൾക്ക് ഇന്നലെ ഒരു അബദ്ധം പറ്റി. ഞങ്ങളെ വീടിൻ്റെ ഈ എയർ ഹോളിൽ ഒരു വണ്ണാത്തിക്കിളി കൂട് കൂട്ടിയിരുന്നു. ആ കൂട് ഞങ്ങൾ എടുത്തവിടുന്ന് അങ്ങോട്ട് ഒഴിവാക്കി. വീടിൻ്റെ മുൻഭാഗത്ത് ആ എയർ ഹോളിൻ്റെ മുകളിലായതുകൊണ്ട്. പക്ഷെ ഇന്ന് രാവിലെ ആ കിളി ഇതിൻ്റെ മുമ്പിൽ നിന്ന് പോയിരുന്നില്ല, ഇവിടെ തന്നെ നിൽക്കുക. അപ്പോൾ ഒരു പാവം തോന്നി. അപ്പോൾ വീണ്ടും ഞങ്ങൾ ആ കൂട് റെഡിയാക്കി കൊടുക്കാൻ പോവുകയാണ്. അതിനുള്ള പരിപാടി ഞങ്ങൾ ചെയ്യണം. അത് വീണ്ടും കൂട് കൂട്ടുകയാണെങ്കിൽ കൂടിക്കോട്ടെ. ഇത്രയും സംഗതികൾ കൂട് കൂട്ടാൻ വേണ്ടി മൂപ്പര് കൊണ്ടുവച്ചതാണ്. അപ്പോൾ ഞങ്ങളെ അതിൻ്റെ മുകളിൽ വെക്കുക. അങ്ങോട്ട് ഇറങ്ങൊന്നും വേണ്ട, എനിക്ക് കേട്ടോ. ഒഴിവാക്കട്ടെ. ഞാൻ അതിൻ്റെ മുകൾ ഭാഗത്ത് ഇത് ശരിയാക്കട്ടെ. ആദ്യം ചെറിയ തുണി ഇട്ട് കൊടുത്തത്. നമ്മുടെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്കൊന്നും വല്ലാതെ എയറോള് ഉള്ളിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഓരോന്നോരോന്നേ വെച്ച് കൊടുക്കാം. മൂപ്പര് വരുമോ അല്ലെന്ന് നമുക്ക് അറിയില്ല കേട്ടോ. ഏതായാലും നമ്മൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്തോന്നൊരു സംശയം. പാവം, ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശം എല്ലാവർക്കും ഇല്ലേ, നമുക്ക് മാത്രമല്ലല്ലോ. നമ്മളെ വീടിൻ്റെ മുകളിൽ നമുക്കിപ്പോൾ കൂട് കയറ്റി എഴുതിയിട്ടിപ്പോൾ ഒരു സങ്കടം. അപ്പോൾ അതങ്ങോട്ട് ശരിയായി കൊടുക്കുകയാണ്. ഞങ്ങൾ ഇതൊക്കെ തിരികെ വെക്കാണ്ടായിരുന്നു. അതേപോലെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി മൂപ്പര് വരും. അപ്പോൾ ആ കൂടെ ഞങ്ങൾ അതേപോലെ തന്നെ അവിടെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി മൂപ്പര് വരും നോക്കുക. വെയിറ്റിംഗ്.